അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും നമസ്കാരം. ലളിതാ സഹസ്രനാമ പാരായണ പഠനത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് ദേശകാലാപരിച്ഛിന്ന എന്ന ഭാഗം മുതലാണ് ആരംഭിക്കുന്നത്. ദേശകാലാപരിച്ഛിന്ന എന്ന നാമം ദേശകാല അപരിച്ഛിന്ന എന്ന വാക്കുകൾ കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ദേശകാല ആപരിച്ഛിന്ന എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. പിന്നീട് സർവഗ എന്നൊരു നാമം, സർവമോഹിനി. അടുത്ത നാമമായിട്ട് സരസ്വതി, പിന്നീട് ശാസ്ത്രമയി, അടുത്തത് ഗുഹാംബ, അടുത്തത് ഗുഹ്യരൂപിണി. ഇതൊക്കെ ഉച്ചരിക്കാൻ പ്രയാസമില്ലാത്ത പദങ്ങളായതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. സർവോപാധി വിനിർമുക്ത, ഇവിടെ സർവ ഉപാധി വിനിർമുക്ത എന്നാണ്. അപ്പോൾ ഇത് കൂടിച്ചേർന്നിട്ട് ആണ് ഇങ്ങനെ ഒരു വാക്കായിത്തീരുന്നത്. അത് സർവോപാധി വിനിർമുക്ത എന്ന് ഉച്ചരിക്കുക. പിന്നെ സദാശിവ പതിവ്രത കൂടിച്ചേർന്ന് സദാശിവ പതിവ്രത. പിന്നീട് സമ്പ്രദായ ഈശ്വരി. പിന്നെ അടുത്ത നാമം ഒന്നിച്ചാണ് കാണുക, സാധ്വി എന്നാണ് കാണുക. അത് രണ്ട് നാമങ്ങളാണ്. ഒന്ന് ആദ്യത്തെ സാധു എന്നും പിന്നീട് ഈ എന്നും, ഈ എന്ന ഒരു നാമം. അപ്പോൾ സാധു എന്നൊരു നാമം, പിന്നെ ഈ എന്ന ദേവിയുടെ ഒരു നാമം. അപ്പം ഈ എന്ന നാമവും സാധു എന്ന നാമവും കൂടി ചേർന്നിട്ടാണ് ഇവിടെ സാധ്വി എന്ന് ആയിത്തീരുന്നത്. അപ്പോൾ സാധ്വി എന്ന്, അത് കഴിഞ്ഞ് ഗുരുമണ്ഡലരൂപിണി എന്ന അടുത്ത നാമം, ഗുരുമണ്ഡലരൂപിണി. ഇതാണ് നാമം, ഗുരുമണ്ഡലരൂപിണി. ദീർഘമുണ്ട്. പിന്നെ കുലോത്തീർണ, ഭഗ ആരാധ്യ. അവിടെ ഭഗ ആരാധ്യ, കുലോത്തീർണ ഭഗ ആരാധ്യ. പിന്നെ മായാ അടുത്ത നാമം. പിന്നീട് മധുമതി. ഇത് കഴിഞ്ഞ് മഹീ എന്ന് പിന്നീടൊരു നാമം, ദീർഘമുണ്ട്. മായാ, മധുമതി, മഹീ. പിന്നെ ഗണാംബ, ഗുഹ്യക ആരാധ്യ. പിന്നീട് കോമലാംഗി, അതല്ലാന്നുള്ളാന്നോ ഉച്ചരിക്കുക, കോമലാംഗി എന്നോ കോമളാംഗി എന്നോ ഉച്ചരിക്കുക. കോമളാംഗി. പിന്നെ ഗുരുപ്രിയ, സ്വതന്ത്ര, സർവതന്ത്ര ഈശി ആണ്, സർവതന്ത്രേശി. അത് കഴിഞ്ഞ് ദക്ഷിണാമൂർത്തി രൂപിണി, ദീർഘണ്ട്, ദക്ഷിണാമൂർത്തി രൂപിണി.
ദക്ഷിണാമൂർത്തിരൂപിണി. സനകാദി സമാരാധ്യ, സനകാദി സമാരാധ്യ. അപ്പോൾ ഇവിടെ സനകാദി സമാരാധ്യ എന്ന് ചൊല്ലുക. ശിവജ്ഞാനപ്രദായിനി, ശിവജ്ഞാനപ്രദായിനി കൂടി ചേർന്ന് ശിവജ്ഞാനപ്രദായിനി. പിന്നെ ചിത്കല, അടുത്തത് ആനന്ദകലിക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ചിത്കല ആനന്ദകലിക എന്നായിത്തീരും. ചിത്കല ആനന്ദകലിക. പിന്നെ അത് രണ്ടും രണ്ട് നാമമാണ്, ഒന്നിച്ച് ചൊല്ലുമ്പോൾ ചിത്കല ആനന്ദകലിക എന്നാവുന്നു. പ്രേമരൂപ എന്ന അടുത്ത നാമം, പ്രിയങ്കരി എന്ന് പിന്നത്തെ നാമം. അത് കഴിഞ്ഞ് നാമപാരായണ പ്രീത, നാമപാരായണ പ്രീത, നാമപാരായണ പ്രീത അടുത്ത നാമം നാമപാരായണ പ്രീത. പിന്നീട് നന്ദിവിദ്യ, നന്ദിവിദ്യ അടുത്ത നാമം. നടേശ്വരി പിന്നീട്. അത് കഴിഞ്ഞ് മിഥ്യാജഗദധിഷ്ഠാന. ഇത് ശ്രദ്ധിച്ചുച്ചരിക്കുക. മിഥ്യാജഗദധിഷ്ഠാന. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് മിഥ്യാജഗദധിഷ്ഠാന. മിഥ്യാജഗത്ത് അധിഷ്ഠാന കൂടി ചേർന്നിട്ടാണ് മിഥ്യാജഗദധിഷ്ഠാന, മിഥ്യാജഗദധിഷ്ഠാന എന്ന് വാക്ക്. അങ്ങനെ ഒരു നാമം. അതിനുശേഷം മുക്തിദ, മുക്തിദ എന്നൊരു നാമം. മുക്തിരൂപിണി എന്നടുത്ത നാമം. ലാസ്യപ്രിയ, പിന്നെ ലയകരി, പിന്നെ ലജ്ജ. അടുത്തത് രംഭാദിവന്ദിത, രംഭാ ആദി വന്ദിത, രംഭാദിവന്ദിത. പിന്നീട് ഭവദാവ സുധാവൃഷ്ടി, ഭവദാവ സുധാവൃഷ്ടി. അപ്പോൾ ഇവിടെ ചിലരെങ്കിലും ഭവദാ വസുധാ വൃഷ്ടി എന്ന് ചൊല്ലാറുണ്ട്. അതങ്ങനെയല്ല, ഭവദാവ സുധാവൃഷ്ടി. ഭവമാകുന്ന കാട്ടുതീക്ക് അമൃതമഴയായിട്ടുള്ളവൾ എന്നാണ് അവിടെ. അപ്പോൾ ഭവദാവ സുധാവൃഷ്ടി ശ്രദ്ധിക്കുക, ഭവദാവ സുധാവൃഷ്ടി. പിന്നീട് പാപ അരണ്യദവാനല, പാപ അരണ്യദവാനല, പാപ അരണ്യദവാനല, പാപാരണ്യദവാനല. പിന്നീട് ദൗർഭാഗ്യതൂലവാതൂല, ദൗർഭാഗ്യതൂലവാതൂല, ദൗർഭാഗ്യതൂലവാതൂല കൂടി ചേർന്നിട്ടാണ് ദൗർഭാഗ്യതൂലവാതൂല എന്നാവുന്നത്. ജരാധ്വാന്തരവിപ്രഭ, ജരാധ്വാന്ത രവിപ്രഭ കൂടി ചേർന്ന് ജരാധ്വാന്ത രവിപ്രഭ. പിന്നീട് ഭാഗ്യാബ്ധി ചന്ദ്രിക, ഭാഗ്യ അബ്ധി ചന്ദ്രിക, ഭാഗ്യാബ്ധി ചന്ദ്രിക. ഭക്തചിത്തകേകി ഘനാഘന, ഇവിടെ ഭക്തചിത്തകേകി ഘനാഘന എന്ന നാമം. അപ്പം ഇത്രയും ഭാഗം ഇതുവരെ ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. ദേശകാലാപരിച്ഛിന്ന സർവഗാ സർവമോഹിനി സരസ്വതീ ശാസ്ത്രമയീ ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധിവിനിർമുക്ത സദാശിവപതിവ്രത
സമ്പ്രദായേശ്വരീ സാധ്വീ ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യാമായ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമലാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലികാ പ്രേമരൂപാ പ്രിയങ്കരീ നാമപാരായണ പ്രീതാ നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാജഗദധിഷ്ഠാന മുക്തിരൂപിണി ലാസ്യപ്രിയാലയകരീ ലജ്ജാരംഭാദിവന്ദിത ഭവദാവസുധാവൃഷ്ടി പാപാരണ്യദവാനലാ ദൗർഭാഗ്യതൂലവാതൂലാ ജരാധ്വാന്തരവിപ്രഭാ ഭാഗ്യാബ്ധിചന്ദ്രികാ ഭക്തചിത്തകേകി ഘനാഘന. ഇനി രോഗപർവതദംഭോലി, ദംഭോളി എന്ന് വെച്ചാൽ അങ്ങനെ, മൃത്യുദാരു കുഠാരിക, മൃത്യുദാരു കുഠാരിക. അപ്പോൾ ആ ശ്ലോകം പൂർണ്ണമായി. ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തചിത്തകേകി ഘനാഘന രോഗപർവതദംഭോളിർമൃത്യുദാരു കുഠാരിക. വിസർഗം കഴിഞ്ഞ് മ എന്ന അക്ഷരം വരുന്നു. അപ്പോൾ രോഗപർവതദംഭോളിർമൃത്യുദാരു കുഠാരിക എന്നായി അത് പരിണമിക്കും. അടുത്ത നാമം മുതൽ അടുത്ത ദിവസം കേൾക്കാം. നമസ്കാരം.